യാ എല്ലാ ദൈവമക്കളെയും സന്തോഷത്തോടെ ഞാൻ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്തിനാണ് ദൈവം നമ്മളോട് ഉപവസിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്? ദൈവം നമ്മോട് ഉപവസിക്കണം എന്നാവശ്യപ്പെടുന്നതിൻ്റെ കാരണമെന്ത്? നിങ്ങളും ഞാനും എല്ലാം ദൈവം നിയോഗം തരുന്നത് പോലെ, ബലം തരുന്നത് പോലെ ഉപവസിക്കുന്നവരാണ്. അപ്പോൾ ഉപവസിക്കുന്നത് എന്തിനാണ്? ഉപവസിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അല്ല. ഉപവസിക്കുന്നത് ഒരു കാര്യം നടക്കാൻ അല്ല. ഉപവസിക്കുന്നത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുമല്ല. അപ്പോൾ പിന്നെ എന്തിനാ ഉപവസിക്കുന്നത്? ഞാൻ ഈ 3 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാം ധാരണകളാകെ മൊത്തം തെറ്റി. ഇപ്പോൾ ഞാൻ 3 കാര്യം പറഞ്ഞു. ദൈവം പ്രവർത്തിക്കാനല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടാനല്ല, ദൈവം പ്രസാദിക്കാനല്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഉപവസിക്കുന്നത്? ദൈവത്തിൻ്റെ പ്രസാദം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല എങ്കിൽ, കാര്യം നടക്കുന്നില്ലെങ്കിൽ പിന്നെ ഉപവസിക്കുന്നത് എന്തിനാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മിൽ തന്നെ ദൈവത്തിൻ്റെ ശക്തി പകർന്നിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവൃത്തി വേണ്ടത്ര നിലയിൽ നമ്മിലൂടെ വെളിപ്പെടാത്തതുകൊണ്ട് ദൈവത്തിന് എന്തൊന്നും ഈ ഭൂമിയിൽ ചെയ്യാൻ എൻ്റെയും നിങ്ങളുടെയും പൂർണ്ണ സഹകരണം ആവശ്യമായിരിക്കെ, നാം എപ്പോഴും ഒരേ സമയം ആത്മീയരായിട്ടും അതേസമയം ആ ആത്മീയരാകുന്ന നമ്മൾ ഈ ജഡശരീരത്തിൽ, ഈ മർത്യ ശരീരത്തിൽ വസിക്കുന്നവരാകുന്നത് കൊണ്ട് നമ്മുടെ സ്വയം എന്ന ഒരു ചിന്ത, നമ്മുടെ സ്വയം മനുഷ്യൻ, നമ്മുടെ ബുദ്ധി മനുഷ്യൻ, നമ്മുടെ സ്വാഭാവിക മനുഷ്യൻ എപ്പോഴും ആദ്യം ആക്ട് ചെയ്യാൻ തൽപരനായി നിൽക്കുന്നത് കൊണ്ടും നമ്മിൽ തന്നെ ദൈവത്തിൻ്റെ ശക്തി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ നാം നമ്മെ തന്നെ ഒരുക്കുന്ന ഒരാത്മീയ നിലയാണ് ഉപവാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പ്രവർത്തിച്ച് നമ്മിലൂടെ ഒരു പ്രവൃത്തി ദൈവത്തിന് ഈ ഭൂമിയിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മിലത്തെ നമ്മിലത്തെ സ്വയം മനുഷ്യൻ, നമ്മുടെ വികാരങ്ങൾ ഉള്ള മനുഷ്യൻ, സ്വയം ചിന്തിക്കുന്ന, തീരുമാനങ്ങൾ സ്വാർത്ഥതയോടെ എടുക്കുന്ന, ബുദ്ധിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന, സൈക്കോളജിക്കലി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന സ്വയം മനുഷ്യൻ ഡീആക്റ്റീവായിട്ട്, അല്ലെങ്കിൽ ഒന്ന് പുറകിലോട്ട് പോയിട്ട് അകത്തെ മനുഷ്യൻ സോയെ ലൈഫ്, നമ്മുടെ ദൈവത്തിൻ്റെ തന്നെ ജീവൻ നമ്മിലൂടെ പ്രകടമായും വെളിപ്പെട്ടും വരണമെങ്കിൽ നാം ഉപവസിച്ചേ മതിയാകത്തുള്ളൂ. കാരണം നമ്മുടെ ഈ മർത്യ ശരീരം ഭക്ഷണം കൊണ്ടും പാനീയങ്ങൾ കൊണ്ടും ന്യൂട്രീഷ്യൻസ് കൊണ്ടും പ്രോട്ടീൻ കൊണ്ടും എല്ലാം ഇങ്ങനെ ഡെവലപ്ഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ശരീര സംബന്ധമായി ബുദ്ധിയിലാണ് റിയാക്ട് ചെയ്തത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കൊതുക് കടിക്കും. ഞാൻ ഒരിക്കലും പരിശുദ്ധാത്മാവ് ഈ കൊതുകിനെ അടിച്ച് കൊല്ലുമെന്ന് പറയത്തില്ല. സഡൻലി ഞാൻ പെട്ടെന്ന് ആ കൊതുകിനെ അങ്ങ് അടിക്കും. അതെന്താ? അത് എൻ്റെ ബുദ്ധിയിലെ മനുഷ്യനാണ്. കാരണം എന്നെ കൊതുക് കടിക്കുന്നു, അതിനെ വിട്ട് കഴിഞ്ഞാൽ നാളെ എന്നെ കൂട്ടം കൂടി വന്ന് കടിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അതിനെ അങ്ങ് അടിച്ചു കൊല്ലും. ഇതാണ് നമ്മുടെ സ്വയം മനുഷ്യൻ. എന്നാൽ സ്പിരിറ്റ് റിലത്തിൽ നമുക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനെ റിയാക്ട് ചെയ്യുമായിരുന്നെങ്കിൽ യേശുവിനെ കന്നത്തടിച്ചപ്പോൾ യേശു തിരിച്ചടിച്ചേനെ. യേശുവിനെ കന്നത്തടിച്ചപ്പോൾ യേശു തിരിച്ചടിച്ചേനെ. യേശുവിനെ ക്രൂശിച്ചപ്പോൾ യേശു അതിനെ റിയാക്ട് ചെയ്തേനെ. യേശുവിനെ കോൽ കൊണ്ടടിച്ചപ്പോൾ യേശു വടി പിടിച്ചു വാങ്ങിച്ച് തിരിച്ചടിച്ചേനെ. അപ്പോൾ കർത്താവിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു സോയ ലൈഫാണ്. യേശുവിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടൊരു സ്വർഗീയ ഡയറക്ഷനിൽ കൺട്രോളിൽ പോകുന്നൊരു ജീവിതമാണ്. ആ നിലയിൽ, കാരണം എന്തൊന്ന് തൻ്റെ ലൈഫിൽ സംഭവിച്ചാലും ദൈവേഷ്ടം പെട്ടെന്ന് ആരായുന്ന, സ്പോട്ടിൽ അത് മനസ്സിലാക്കുന്ന ഒരു പ്രത്യേക റിലം. എനിക്കത് പറഞ്ഞു തരാൻ അറിഞ്ഞൂടെ യേശു ജീവിച്ച റിലം എന്താണെന്ന്. ആ റിലത്തിൽ ജീവിച്ച യേശു കർത്താവിൻ്റെ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മെ ഒരുക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു പറഞ്ഞത്, ഉപവാസത്താലല്ലാതെ ഈ ജാതി ഒന്നും വിട്ടുപോകത്തില്ല എന്ന്. അപ്പോൾ ഉപവസിക്കുമ്പോൾ ഒരു മനുഷ്യനിൽ ദൈവത്തിൻ്റെ ശക്തി സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ സാധിക്കും. ഉപവാസത്തോടിരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത്.
ഉപവാസത്തോട് കിടുമ്പോഴിരിക്കുമ്പോഴാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. കാരണം ക്ഷീണം കുറയും. ഭക്ഷണം അകത്തേക്ക് ചെന്ന് അതിൻ്റെ ഡൈജഷൻ നടക്കുമ്പോഴാണ് ചിലർ കോട്ടുവായിടുന്നത്. അത് നമ്മുടെ ഡൈജഷൻ ഒത്തിരി ആയിട്ട് അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് ബ്രെയിൻ ആകെ മൊത്തം അങ്ങ് വീക്കാകും. ബ്രെയിൻ പറയും നിനക്കൊന്ന് റെസ്റ്റ് ആവശ്യമാണെന്ന് പറയും. നമ്മൾ പോയി കിടന്ന് അങ്ങോട്ട് ഉറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് മാറി നമ്മിലുള്ള ആത്മമനുഷ്യൻ ചാർജ് ആകുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ബലം ബലഹീനമാകുകയും ആത്മാവിൻ്റെ ശക്തി പുതുകി വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഉപവസിക്കുന്ന സമയം ആത്മാവാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സ്വീകരിച്ച വിടുതലുകളും ആത്മീയ ബന്ധനങ്ങളും എല്ലാം തകർത്ത് മുന്നേറാൻ സഹായിക്കുന്നത് ഉപവാസത്തോടുകൂടി ഇരിക്കുമ്പോഴാണ്. ഉപവാസ സമയങ്ങളിലാണ് ആത്മീയ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നത്. ചില വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി, ബന്ധനങ്ങളുടെ ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥന മാത്രം മതിയാകത്തില്ല. ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥനയിലാണ് ചില ബന്ധനങ്ങൾ തകരുന്നത്. നമ്മൾ 1-2 കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നേരെ നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ഉപവസിച്ചാൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, അടഞ്ഞ വാതിലൊക്കെ തുറക്കും. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഉപവസിച്ചാൽ അടഞ്ഞ വാതിലുകളൊക്കെ തുറക്കും. എന്നാൽ എനിക്കിന്ന് ചിന്തിക്കാനുള്ളത്, ഉപവസിച്ചിട്ട് എന്തെങ്കിലും മാറ്റം ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയെയെങ്കിലും നമ്മൾ ബൈബിളിൽ നിന്നെടുത്താൽ നമുക്ക് ഉപവസിക്കാനുള്ളൊരു താല്പര്യം കുറച്ചുകൂടെ കൂടും. അങ്ങനെ ഉപവസിച്ച് വെറുതെ അടഞ്ഞ വാതിൽ തുറന്ന ഒരു വ്യക്തിയെക്കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ ഉപവസിച്ച് പെട്ടെന്ന് കാര്യസാധ്യം നേടി അതുകൊണ്ട് നമ്മളങ്ങ് ഉപവസിക്കണം അങ്ങനെ പറയാനുമല്ല. ഉപവസിച്ച് മരണവിധി വരെ മാറ്റിയ ഒരാളുണ്ടെങ്കിൽ ഉപവാസത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ, പ്രാർത്ഥനയോടെ മരണവിധി പോലും മായ്ച്ചു കളഞ്ഞിട്ട് അവിടെ ജീവനും സമാധാനവും സൃഷ്ടിച്ച ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന എസ്തേർ എന്ന് പറയുന്ന ഒരു രാജ്ഞിയാണ്. എസ്തേറിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം. എസ്തേറിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ, എസ്തേറിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, എസ്തേർ മൊർദെഖായിയോട് ചെന്ന് പറവാൻ ഹഥാക്കിന് കൽപ്പന കൊടുത്തത് എന്തെന്നാൽ, യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിൻ്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെല്ലുന്നുവെങ്കിൽ ജീവനോടിരിക്കത്തക്കവണ്ണം രാജാവ് പൊൻചെങ്കോൽ അയാളുടെ നേരെ നീട്ടാഞ്ഞാൽ അയാളെ കൊല്ലേണമെന്നൊരു നിയമമുള്ള പ്രകാരം രാജാവിൻ്റെ സകല ഭൃത്യന്മാരും രാജാവിൻ്റെ സംസ്ഥാനങ്ങളിലെ ജനവും അറിയുന്നു. എന്നാൽ എന്നെ ഈ 30 ദിവസത്തിനകത്ത് രാജാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല. അവർ എസ്തേറിൻ്റെ വാക്ക് മൊർദെഖായിയോട് അറിയിച്ചു. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിൽ ഇരിക്കയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. എന്നെ ഒന്നും കൂടെ ശ്രദ്ധിക്കണേ, എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. എന്നെ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണമേ, ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ആർക്കറിയാം? അതിന് എസ്തേർ മൊർദെഖായിയോട് മറുപടി പറവാൻ കൽപ്പിച്ചത്. 16-ാമത്തെ വാക്യം ഒന്നും കൂടെ ശ്രദ്ധിക്കണേ. നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം, ഒന്നും കൂടെ ശ്രദ്ധിക്കണേ, നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ
എനിക്കു വേണ്ടി ഉപവസിപ്പീൻ. ഒന്നും കൂടെ ശ്രദ്ധിക്കണേ, എനിക്കു വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. ഞാൻ ഈ വാക്യം വായിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനൊരു ദൈവിക ആലോചനയായി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നു. ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളവർ ഒന്നും തന്നെ നശിച്ചുപോയി എന്ന് ബൈബിളിൽ പറയുന്ന ചരിത്രഭാഗം നിങ്ങൾക്ക് കാണാനൊക്കത്തില്ല. ഉപവസിക്കുന്നവനും ദൈവസന്നിധിയിൽ ആശ്രയം തേടുന്ന ഒരുവനും, ഞാൻ നിങ്ങളെക്കുറിച്ചായി പറയുന്നത്, ഉപവസിക്കുന്നവനും ദൈവസന്നിധിയിൽ ആശ്രയം തേടുന്ന ഒരുത്തനെങ്കിലും ദൈവം കടാക്ഷിക്കാത്തത് കൊണ്ട് അവൻ വീണ് ചത്തു എന്നോ, ദൈവം മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് അവന് ദോഷം സംഭവിച്ചു എന്നോ ബൈബിളിൽ എവിടെയും തന്നെ കാണുന്നില്ല. ഇവിടെ ഇസ്രായേൽ ജനം മരണവിധിക്കകത്ത് അകപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം. യഹൂദന്മാരുടെ വംശം തന്നെ കൊന്നുകളയാൻ വേണ്ടി രാജാവിൻ്റെ കൂടെ നിൽക്കുന്ന ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു രേഖ വാങ്ങി നിയമപരമായി എഴുതിച്ച് രാജാവിൻ്റെ സിഗ്നേച്ചർ ഇടിച്ച് നിയമമായി പാസ്സാക്കിയ ഒരു രേഖയും കയ്യിൽ പിടിച്ച് ഇസ്രായേൽ ജനത്തെ മുഴുവനും യഹൂദ ജനത്തെ മുഴുവനും കൊന്നു മുടിക്കാമല്ലോ എന്നുള്ള കാട്ടാളച്ചിരിയും ചിരിച്ച് നിൽക്കുന്ന സമയം ഈ രാജധാനിയിൽ ഇരിക്കുന്ന എസ്തേർ ഉൾപ്പെടെ മൊർദെഖായി ഉൾപ്പെടെയുള്ള ജനത്തെ കൊന്നു മുടിച്ച് കളയാൻ കഴിയത്തക്ക തരത്തിലുള്ള ഒരു നിയമം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയം മൊർദെഖായി തൻ്റെ വളർത്തുമകളായ എസ്തേറിനോട്, രാജ്ഞിയോട് താൻ പറയുകയാണ്, നീ ഇങ്ങനെയുള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് ദൈവം നിന്റെ അവസ്ഥകൾക്ക് മാറ്റം മുൻകാലങ്ങളിലെ വരുത്തിയത്. ഞാനൊന്നുകൂടെ നിങ്ങളോട് പറയുന്നു, ഇങ്ങനെയുള്ള നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീ നിന്റെ പിതൃഭവനോ നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ നീ ഈ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ, ഇസ്രായേൽ ജനത്തെ മുഴുവനും കൊന്നുമുടിക്കാനുള്ള, നശിപ്പിച്ച് കളയാനുള്ള ഒരു നിയമം ഹാമാൻ എന്ന് പറയുന്ന ദുഷ്ടന്റെ കരങ്ങളിൽ ഇരിപ്പുണ്ട്. എന്നാൽ ഹാമാന്റെ കരങ്ങളിലേക്ക് ഇങ്ങനൊരു നിയമം വരുന്നതിന് മുൻപേ എസ്തേർ എന്ന് പറയുന്ന തൻ്റെ വളർത്തുമകളെ നാളുകൾക്ക് മുൻപ് തന്നെ, മാസങ്ങൾക്ക് മുമ്പ് തന്നെ, വർഷങ്ങൾക്ക് മുൻപ് തന്നെ കർത്താവ് ആ കൊട്ടാരത്തിനകത്തേക്ക് അപ്പോയിന്റ്, ഒരു പ്രത്യേക പദവിയിലേക്ക് അപ്പോയിന്റ് ചെയ്തു. രാജ്ഞി സ്ഥാനത്തേക്ക് അപ്പോയിന്റ് ചെയ്തു, രാജസ്ഥാനത്തേക്ക് ദൈവം അപ്പോയിന്റ് ചെയ്തു. എന്നാൽ അവളുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ, അവളുടെ വളർത്തു പശ്ചാത്തലം പരിശോധിച്ചാൽ, അവളുടെ പഴയകാല ഫോട്ടോ എടുത്തു നോക്കിയാൽ ഭാവിയിലത്തെ രാജ്ഞിയാണെന്നോ രാജകുമാരിയാണെന്നോ ഒരു കാരണവശാലും ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളർച്ചാ രീതികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ വന്ന എസ്തേർ എന്ന് പറയുന്ന ആ മകളെ ദൈവത്തിൻ്റെ സമയമെത്തിയപ്പോൾ സെലക്ഷൻ വീണു രാജകൊട്ടാരത്തിലേക്ക്. ഇവിടെ നമ്മുടെ വിഷയം രാജകൊട്ടാരവും രാജ്ഞിയും ഒന്നുമല്ല. എൻ്റെ വിഷയം ഇന്ന് നിങ്ങളാണ്. നിങ്ങളെന്ന വ്യക്തിയെ, താങ്കൾ എന്ന വ്യക്തിയെ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഹാമാനെ പോലുള്ള ചില ദുഷ്ടന്മാരുടെ കരങ്ങൾ കൊണ്ട് വേണ്ടാത്ത നിയമങ്ങൾ, ദോഷകരമാകുന്ന നിയമങ്ങൾ, ദുഷ്ടകരങ്ങളിൽ വ്യാപിക്കുന്ന മരണത്തിൻ്റെ വിധികൾ, ശക്തികൾ, ദോഷങ്ങൾ, പരാജയത്തിൻ്റെ, തകർച്ചയുടെ, വെല്ലുവിളിയുടെ, കണ്ണുനീരിൻ്റെ, നഷ്ടത്തിൻ്റെ, കഷ്ടത്തിൻ്റെ ചില രേഖകളൊക്കെ നിനക്ക് നേരെ അവൻ ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിനു മുൻപേ പരിശുദ്ധാത്മാവ് താങ്കളെ ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് തീർച്ചയായിട്ടും ആരോഹണം ചെയ്തിട്ടുണ്ടാകും. ഈ മീറ്റിങ്ങിൽ നിങ്ങൾ നിൽക്കുമ്പോൾ എന്നോട് പലതും പറയും, ബ്രദറെ ഞാനൊരു ജപ്തി നടപടി നേരിടുന്ന വ്യക്തിയാണ്, ബ്രദറെ ഞാനൊരു ആത്മീയ പോരാട്ടത്തിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്, ബ്രദറെ ഞാനൊരു മരണവിധിക്ക്, ഞാനൊരു മരണത്തിൻ്റെ വെല്ലുവിളിയിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്, തകർച്ചയിൽ നിൽക്കുന്ന വ്യക്തിയാണ്, പലതരത്തിലുള്ള വെല്ലുവിളികൾ ഞാൻ ഇന്നും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് പ്രാർത്ഥിച്ച് ജയിക്കാൻ പറ്റാത്ത വ്യക്തിയാണ്, നാളെ എങ്ങനെ നേരം പുലർത്തുമെന്ന് അറിയാൻ പറ്റാത്തൊരു വ്യക്തിയാണ്, തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടാകും. നിങ്ങൾ ഓർത്തു നോക്ക്, യഹൂദ വംശത്തെ തന്നെ മുഴുവനും നശിപ്പിച്ച് കളയാനുള്ള
ഒരു 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 ലീഗൽ ഡോക്യുമെന്റും വെച്ചുകൊണ്ട് നിൽക്കുന്ന ഹാമാന്റെ മുഖത്തെ ചിരിയും ഈ മരണം സംഭവിക്കാൻ പോകുന്നു എന്നറിയുന്ന യഹൂദ ജനത്തിൻ്റെയും മൊർദെഖായിയുടെയും എസ്തേർ ഉൾപ്പെടെയുള്ള യഹൂദ വംശജരുടെയും മുഖഭാവം എന്തായിരിക്കും? ഭയം. നാളെ എന്നൊരു പ്രതീക്ഷയില്ല, എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കും. നിയമമാണ് പാസ്സായിരിക്കുന്നത്, കരടല്ല, നിയമമാണ് പാസ്സായിരിക്കുന്നത്. ആ നിയമത്തിന് മാറ്റം വരുത്താൻ ഒക്കത്തില്ല. രാജ്യത്തെ പ്രധാന ദേശാധിപന്മാർക്ക് മുഴുവനും അതിൻ്റെ കോപ്പി അയച്ചു കഴിഞ്ഞു. എല്ലാ രാജ്യക്കാർക്കും അതിൻ്റെ കോപ്പി അയച്ചു കഴിഞ്ഞു. ഇനി ആ നിയമത്തെ മാറ്റം വരുത്താൻ പറ്റത്തില്ല. അതങ്ങനെയാണ് സിസ്റ്റം. ഒരു നിയമം നമ്മുടെ രാജ്യത്തിൽ ഉണ്ടാക്കി, ആ നിയമം അത് നമ്മൾ വിചാരിച്ച പോലെ വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആ നിയമത്തെ എടുത്ത് നാളെ കളയാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരു നിയമം അവതരിപ്പിച്ചത് പാസ്സായാൽ പാസ്സായത് തന്നെ. അപ്പോൾ അതുപോലെ പാസ്സായ ഒരു നിയമവും കരങ്ങളിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ നിയമം കരങ്ങളിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും രാജാവ് വിചാരിച്ചാൽ പോലും, ഒന്ന് ശ്രദ്ധിച്ചോ, രാജാവ് വിചാരിച്ചാൽ പോലും അയ്യോ ഇങ്ങനൊരു ചതി പ്രയോഗിക്കാനായിരുന്നോ എന്ന് അറിഞ്ഞാൽ പോലും മാറ്റാൻ പറ്റാത്ത ഈ നിയമം എന്തോ ചെയ്യും, എന്തോ ചെയ്യും, എന്തോ ചെയ്യും. പക്ഷേ ഇങ്ങനൊരു വെല്ലുവിളി ഈ ജനത്തിന് നേരെ വരുന്നതിന് മുൻപേ ദൈവം ഒരു മകളെ, ദൈവം ഒരു അഭിഷിക്തയെ, ദൈവം എസ്തേറിനെ അവർക്ക് വേണ്ടി ഒരു സ്ഥാനാരോഹണം ചെയ്തിരുത്തിയിട്ടുണ്ടായിരുന്നു. ഈ മീറ്റിങ്ങിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഇതുപോലെ പല പ്രതിസന്ധികളും മുൻപിൽ കണ്ടിട്ട് ഭയപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ താങ്കളോട് പറയുന്നു, നാളുകൾക്ക് മുൻപേ, മാസങ്ങൾക്ക് മുൻപേ, ആണ്ടുകൾക്ക് മുന്നേ ദൈവം നിന്നെ അഭിഷേകം ചെയ്ത് നീ വളർന്നു വന്ന പശ്ചാത്തലങ്ങളിൽ നിന്നൊക്കെ മാറ്റി ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത്, ഇന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകത്തിൽ, ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആത്മഭാഷകൾക്കകത്ത് നിന്നെ സ്ഥാനാരോഹണം ചെയ്ത് ഇരുത്തിയിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഒരു വ്യക്തിയെ രക്ഷിക്കുക എന്നുള്ള ഒരു പർപ്പസായിട്ടല്ല, ഒരു വംശത്തെ മുഴുവനും, ഒരു ദേശത്തെ മുഴുവനും, ഒരു പട്ടണത്തെ മുഴുവനും, ഒരു സഭയെ മുഴുവനും, ഒരു കൂട്ടത്തെ മുഴുവനും രക്ഷപ്പെടുത്തുക, ഒരു കൂട്ടത്തെ മുഴുവനും മരണവിധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക, ഒരു കുടുംബത്തെ മുഴുവനും മരണവിധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക, ഒരു സമൂഹത്തെ മുഴുവനും മരണവിധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ദൈവം നിനക്ക് ഉപവസിക്കാൻ കൃപ തന്നത്, ദൈവം നിന്റെ മേൽ പുതിയ ഭാഷകൾ പകർന്നത്, ദൈവം താങ്കളുടെ മേൽ ദർശന വരം തന്നത്, ദൈവം താങ്കൾക്ക് പ്രവചിക്കാനുള്ള വരം തന്നത്, സ്വർഗം താങ്കൾക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപയും വരവും തന്നത് ഇതുപോലെ ഒറ്റ വ്യക്തിയെ രക്ഷിക്കാനല്ല, ഒരു കൂട്ടത്തെ മുഴുവനും രക്ഷിക്കാൻ വേണ്ടി. ഹാമാൻ ഡോക്യുമെന്റ് ഉണ്ടാക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെ ദൈവം നിന്നെ ഒരു പ്രത്യേക അഭിഷേകത്തിൽ നിറച്ചത്. ഹാമാന് പദവിയുണ്ട്, ഹാമാന് രാജാവുമായി അടുത്ത ബന്ധമുണ്ട്, ഹാമാന് ഇൻഫ്ലുവൻസ് ഉണ്ട്, ഹാമാന് ലാംഗ്വേജ് ഉണ്ട്, പക്ഷെ ഹാമാൻ അഭിഷേകമില്ല. ഗ്ലോറി ടു ജീസസ്. ഹാമാൻ എപ്പ വേണമെങ്കിലും രാജാവിന്റെ അടുത്ത് ചെല്ലാം, എന്നാൽ രാജ്ഞിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രാജാവ് കൽപ്പിക്കാതെ രാജ്ഞിയാണെങ്കിൽ പോലും രാജാവിന്റെ മുമ്പിൽ വരാൻ പറ്റാത്ത ഒരു സമയത്ത് ഇവിടെ നോക്കി, ഹാമാൻ എപ്പ വേണമെങ്കിലും രാജാവുമായി അക്സസ് ഉണ്ടെങ്കിലും ദൂരെ ഇരിക്കുന്ന, മാറിയിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രാജ്ഞിയാകുന്ന എസ്തേറിന്റെ മേൽ വ്യാപിക്കുന്ന ഒരഭിഷേകം ഹാമാനില്ല. ഹാമാന് രാജാവുമായി ഇൻഫ്ലുവൻസ് ഉണ്ട്, പക്ഷെ രാജാവിന്റെ ഹൃദയത്തെ മാറ്റാനുള്ള അഭിഷേകം എസ്തേറിന്റെ മേൽ മാത്രമേ ഉള്ളൂ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ, ഒരുമിച്ച് പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോ, ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോ, ഒരുമിച്ച് സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോ മാറുകേലാന്ന് പറയുന്ന ചില രാജതുല്യമാകുന്ന ഹൃദയങ്ങൾ, മാറുകേലാന്ന് പറയുന്ന നിയമങ്ങൾ, മാറ്റം വരത്തില്ലെന്ന് പറയുന്ന സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവ അഭിഷേകം ഈ പ്ലാറ്റ്ഫോമിൽ ദൈവത്തിന്റെ ആത്മാവ് പകരുന്നു. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആരുടെയൊക്കെ ഹൃദയങ്ങൾക്ക് പരിവർത്തനങ്ങൾ സംഭവിച്ചാൽ മാറ്റങ്ങൾ വരുമോ? ആരുടെയൊക്കെ ഹൃദയങ്ങൾക്ക് രൂപാന്തരം സംഭവിച്ചാൽ സ്വസ്ഥത വരുമോ? ആരുടെയൊക്കെ ഹൃദയങ്ങൾ തിരിഞ്ഞാൽ വിടുതലുകൾ നടക്കുമോ? അവണ്ണം നടക്കേണ്ടതിന് ദൈവത്തിന്റെ മഹത്വം ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ വെളിപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ.
രാജാവിന്റെ മുദ്ര മോതിരം കൊണ്ട് സൈൻ ചെയ്ത നിയമം ഒറ്റ വാക്ക് പറയുന്നു, മാറ്റം വരത്തില്ല. എന്നാൽ ആത്മാവിൽ അടയാളമിട്ട എസ്തേർ പ്രാർത്ഥിച്ചിട്ട് രാജാവിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ ഇംപോസിബിൾ എന്ന വാക്കിൻ്റെ മുന്നിൽ കിടന്ന ഐ എം ദൈവം എടുത്തു മാറ്റി പോസിബിളാക്കി. ഈ മീറ്റിങ്ങിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ഇംപോസിബിൾ എന്ന് പറഞ്ഞത് അത് പോസിബിളാക്കി മാറ്റുന്ന ഒരഭിഷേകം നമ്മുടെ മധ്യത്തിൽ വ്യാപിക്കുകയാണ്. ഇംപോസിബിൾ എന്ന് പറയുന്നത് പോസിബിളാക്കി മാറ്റാൻ ദൈവത്തിനൊരു മിനിറ്റ് മതി. നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ പതറുന്നവരാണ്. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നവരാണ്. നിങ്ങളാണേലും ഞാനാണേലും ഉള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഭയപ്പെട്ടു പോകുന്ന ചില നടുങ്ങിപ്പോകുന്ന ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ, അയ്യോ ആണോ, ഒരു മിനിറ്റ് കേട്ടോ, ഞാനൊന്ന് അവിടെ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്കാണ് ആദ്യത്തെ വിളി പോകുന്നത്, നടുങ്ങുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ. എന്നാൽ ഞാൻ എസ്തേറിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ എസ്തേറിന് മരണം സംഭവിക്കുന്നു മാത്രമല്ല, തൻ്റെ പിതൃഭവനവും ആ വംശം, യഹൂദ വംശം തന്നെ, യഹൂദന്മാരായിട്ടുള്ളവർ മുഴുവനും മൊർദെഖായി ഉൾപ്പെടെ മരിച്ചുപോലെ കൊന്നുകളയും. നമ്മുടെ ഇന്നത്തെ കാലം പോലല്ല, കൊന്നുകളയും. അതിനുള്ള വിധിയുണ്ട്. ഹാമാനെ പിടിച്ച് തൂക്കാനൊന്നും പോകുന്നില്ല, കൊന്നു എന്ന് പറഞ്ഞു. കാരണം രാജാവാണ് കൽപ്പന കൊടുത്തത്. എന്നാൽ നമ്മളാണെങ്കിൽ എന്തോ ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നാൽ എസ്തേർ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. നമ്മളാണെങ്കിൽ ആദ്യം എന്തോ ചെയ്യും, എനിക്ക് രാജാവിനെ ഡയറക്റ്റായിട്ട് അറിയാം, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞാൽ പുള്ളി എന്നെ കൊല്ലാനൊന്നും പോകുന്നില്ല, ഞാൻ അത്ര വരെ ഒന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് എടുത്ത് ചാടി രാജാവിൻ്റെ ഓട് പൊളിച്ചാണെങ്കിലും അദ്ദേഹത്തിന് മുമ്പിൽ നമ്മൾ ചാടി വീഴത്തില്ലേ? വീഴും. കാരണം നമ്മുടെ മാത്രം വിഷയമല്ല, ഒരു കൂട്ടത്തിൻ്റെ വിഷയമാണ്, ലക്ഷക്കണക്കിന് ജനത്തിൻ്റെ വിഷയമാണ്. എന്നാൽ എസ്തേർ എന്ത് ചെയ്തു? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്ത് ചെയ്തോ അതേ എസ്തേറും ചെയ്തോളൂ. എന്താ ചെയ്തേ? വാ തുറക്കാൻ പറ്റിയില്ല, ഒന്നും ചെയ്തില്ല, ഒന്നും മിണ്ടിയില്ല, അവൾ സംസാരിച്ചില്ല, അവൾ സ്ട്രാറ്റജി ആലോചിച്ചില്ല, എങ്ങനെ രാജാവിൻ്റെ മനസ്സ് മാറ്റാം. അവൾ ആലോചിച്ചില്ല. ഒന്ന്, അവൾ ഒന്നും സംസാരിച്ചില്ല രാജാവിനോട്. രണ്ട്, അവൾ ഒരു സ്ട്രാറ്റജിയും അവൾ ആലോചിച്ചില്ല. മൂന്നാമത് എന്താ ചെയ്തേ? രാജാവിൻ്റെ അടുത്ത് പോയില്ല. ഇത് മൂന്നും ചെയ്തത് ബുദ്ധിമോശമല്ലേ എൻ്റെ എസ്തേറെ? മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഈ പെൺകൊച്ചിന് അവിടെ സ്ഥാനമുണ്ടായിരിക്കും, ഈ പെൺകൊച്ചിന് അവിടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. കയറി പറയരുതോ അയാളോട്? ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ അവിടെ രാജധാനിയിലാക്കിയത്, ഇവക്ക് കയറി പറയരുതോ എന്ന് നമ്മളിൽ പലർക്കും തോന്നാൻ സാധ്യതയുണ്ട്. ഇവക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റത്തില്ല, ഇവക്ക് എന്നെ വാ തുറക്കാൻ പറ്റത്തില്ലായിരുന്നോ എന്ന് അമ്മാമ്മമാർ കേട്ടാൽ പറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവളെയൊക്കെ എന്തിനാ അവിടെ പിന്നെ കയറ്റി ഇരുത്തിയേക്കുന്നത് എന്ന് നാട്ടുനടപ്പനുസരിച്ച് ഭരണകർത്താക്കന്മാരെ പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ മനുഷ്യന് വഴക്ക് പറയാൻ പാകത്തിനുള്ള 3 കാര്യവും എസ്തേർ ചെയ്തു. ഒന്നും മിണ്ടിയില്ല, അവിടെ വരെ പോയില്ല, ഒന്നും ചെയ്തില്ല. നമ്മൾ ചിലരെ ഭരണത്തിൽ കയറ്റിയിട്ട് പറയും, ഇവനെയൊക്കെ നമ്മൾ വോട്ടും കൊടുത്ത് കയറ്റി, ഒന്നും ചെയ്തില്ല, അടുത്ത പ്രാവശ്യം ആട്ടെ കാണിച്ചു കൊടുക്കാം എന്ന് നമ്മൾ പറയത്തില്ലേ? ഇങ്ങനെ പറയത്തക്ക രീതിയിലുള്ള എല്ലാ കാര്യവും എസ്തേറും ചെയ്തു, ഒന്നും ചെയ്തില്ല. എന്നാൽ ആരും അറിയാതെ, മൊർദെഖായി മാത്രം അറിഞ്ഞിട്ട്, രാജാവ് പോലും അറിയാതെ രഹസ്യത്തിൽ അവൾ മറ്റൊന്ന് ചെയ്തു. എന്താ അത്? 3 ദിവസം ദൈവത്തോട് സംസാരിച്ചു. 3 ദിവസം ദൈവത്തെ ചെന്ന് കണ്ടു. 3 ദിവസം ദൈവത്തോട് സ്ട്രാറ്റജി പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടു. ഏയ് കമോൺ, എന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? 3 ദിവസമായി ഈ വിഷയമൊക്കെ അറിഞ്ഞിട്ട് കൊല്ലാൻ പോവുകയാണെന്ന് ഹാമാൻ രേഖയുണ്ടായി എന്നും പുള്ളിക്കുള്ള പക നമ്മളോട് തീർക്കാൻ പോവാന്നൊക്കെ അറിഞ്ഞിട്ട് 4 ദിവസമായി. അതിൽ 3 ദിവസവും രാജാവ് മനുഷ്യരാജാവിനെ ചെന്ന് കണ്ടില്ല, എന്നാൽ സ്വർഗീയ രാജാവിനെ ചെന്ന് കണ്ടു. മനുഷ്യ രാജാവിനോട് മിണ്ടിയില്ല, സംസാരിച്ചില്ല, എന്നാൽ സ്വർഗീയ രാജാവിനോട് സംസാരിച്ചു.
മനുഷ്യരാജാവിൻ്റെ അടുത്ത് എങ്ങനെ പോകാമെന്ന് സ്ട്രാറ്റജി ആലോചിച്ചില്ല. എങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റാം ആലോചിച്ചില്ല. സ്വർഗീയ രാജാവിനോട് പറഞ്ഞു, എനിക്ക് പ്ലാൻ പറഞ്ഞു തരണം, ഞാൻ എന്ത് ചെയ്യണം എനിക്ക് പറഞ്ഞു തരണം, ഇതിൻ്റെ മധ്യത്തിൽ നീ പ്രവർത്തിക്കണം. നിങ്ങളൊന്ന് നോക്കിക്കേ, ഉപവാസം എന്ന് പറയുന്നത് പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല. ഉപവാസം പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല. എസ്തേർ ചെയ്തതും പ്രശ്നത്തെ പരിഹരിക്കാൻ ഞാൻ ഉപവസിക്കാൻ പോകുന്നു. നോ, ഉപവാസം എന്ന് പറയുന്നത് എസ്തേർ എടുത്തത് എന്തിനാന്ന് ചോദിച്ചാൽ, ദാനിയേൽ എടുത്തത് എന്തിനാന്ന് ചോദിച്ചാൽ, പൗലോസ് എടുത്തത് എന്തിനാന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു എടുത്തത് എന്തിനാന്ന് ചോദിച്ചാൽ, അത് സ്വർഗത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്വർഗത്തെ ആക്ടിവേറ്റ് ചെയ്യുക. ഇപ്പം ഇവിടെ വന്നതാണ്, ഇപ്പോൾ എനിക്ക് നിങ്ങളോട് എനിക്ക് ദൈവവചനം പറയണം. എനിക്ക് നിങ്ങളോട് ദൈവവചനം പറയണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണെങ്കിൽ ഞാനിരുന്ന് കുത്തിയിരുന്ന് പഠിച്ച് എടുത്ത് എഴുതിയൊക്കെ വെച്ച് കാണിച്ചിട്ട് ഞാൻ എൻ്റെ പണി നിങ്ങളോട് ചെയ്യും. ഇവിടെ എൻ്റെ പണിയല്ല ഇത് പരിശുദ്ധാത്മാവ്, ഇത് എനിക്ക് സമർപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. രണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്ലാറ്റ്ഫോമാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ വേലയാണ്. ഇത് ദൈവത്തിൻ്റെ വേലയാണ്. ഇത് ദൈവത്തിൻ്റെ മക്കളാണ് മുന്നേ ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളോട് പറയാനുള്ളത് ദൈവത്തിന് പറയാനുള്ളതാ. ഞാൻ അതിന് ശുദ്ധനാകണം, ഞാൻ അതിന് സമർപ്പിക്കപ്പെടണം, ഞാൻ അതിനെ എന്നെ ഏൽപ്പിച്ചു, അത് ഞാൻ ചെയ്തു. സ്വർഗത്തെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കേണ്ട പിന്നെ സ്വർഗം സംസാരിച്ചോളൂ. ഞാൻ എന്നെ ആക്ടിവേറ്റ് ചെയ്താൽ അത് സ്വയമായി പോകും. എൻ്റെ സ്വയം ഇപ്പോൾ ആൾക്കാർ വരും, അവരോട് എനിക്ക് പ്രസംഗിക്കണം, അപ്പോൾ ബുദ്ധിയിൽ നിന്ന് എടുക്കണം, നല്ല ഭംഗിയുള്ള വാക്കുകൾ പറയണം, അവരുടെ മനസ്സിനെ പിടിച്ച് കുലുക്കണം. ഇതൊക്കെ എൻ്റെ ബുദ്ധിയിലത്തെ ശുശ്രൂഷയാണ്, ഇതെൻ്റെ ബുദ്ധിയിലത്തെ ചിന്തയാണ്. എന്നാൽ അതേസമയം നിൻ്റെ ജനമാ, അടിയനോട് സംസാരിക്കണം, എൻ്റെയും ജീവിത മേഖലകളിൽ ഒരു വിടുതൽ വേണം, നീ ഇടപെടണം. യേശുവിൻ നാമത്തിൽ അതിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം മാറട്ടെ. സ്വർഗം ആക്റ്റീവായ പിന്നെ ഞാൻ മിണ്ടാണ്ടിരുന്നാൽ മതി, സ്വർഗം സംസാരിച്ചോളൂ. ഇവിടെ എസ്തേറും അതേ ചെയ്തുള്ളൂ. കമാൺ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ഇതുപോലെ ദൈവം നിന്നെ ഒരു അഭിഷേകത്തിൻ്റെ സീറ്റിൽ ഇരുത്തിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഒരു സ്പിരിച്വൽ പൊസിഷനിൽ ഇരുത്തിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത്, ദൈവം നിങ്ങളെ ഒരു പ്രത്യേക ഘനത്തോടെ ഇരുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഇതുപോലെ ചില ഹാമാന്മാരുടെ കൈകളിലിരിക്കുന്ന മരണവിധികളെയും കുടിലതന്ത്രങ്ങളെയും തകർത്ത് നിന്നെയും നിന്റെ ഭവനത്തെയും മാത്രമല്ല, ഒരു ദേശത്തെ, വംശത്തെ, സമൂഹത്തെ മുഴുവനും സർവദോഷങ്ങൾക്കകത്ത് നിന്നും വിടുവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഒരുപക്ഷെ നിങ്ങൾ പ്രതികൂലമായി രേഖയുണ്ടെന്നറിയുമ്പോൾ നിനക്ക് ആദ്യം നീ സംസാരിക്കാൻ പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല, ആദ്യം നിങ്ങൾക്ക് ഇടപെടാൻ പറ്റിക്കൊള്ളണമെന്നില്ല, നിങ്ങൾക്കൊരു ഡയറക്റ്റ് ആക്സസ് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ എസ്തേർ ചെയ്തോ നോക്കൂ, ഒരു ആക്സസിനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കിയില്ല, അദ്ദേഹത്തോട് സംസാരിക്കാൻ തയ്യാറായില്ല, അദ്ദേഹം എന്താണ് മാസ്റ്റർ പ്ലാൻ ഒന്നും തയ്യാറാക്കിയില്ല. 3 ദിവസം വേർതിരിഞ്ഞിരുന്നു. സ്വർഗത്തിലെ രാജാവിനോട് സംസാരിച്ചു, സ്വർഗത്തിലെ രാജാവിനോട് പ്ലാൻ ചോദിച്ചു, സ്വർഗത്തിലെ രാജാവിനോട് പ്രതികരിക്കാൻ ആവശ്യപ്പെട്ടു. ഉപവാസം സ്വർഗത്തെ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയമാണ്. ഉപവാസത്തിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? രാജാവിൻ്റെ ഹൃദയം മാറി. നിങ്ങൾ ആ ഭാഗം മുഴുവൻ വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. എസ്തേറിന്റെ പുസ്തകം 4-5 ഒക്കെ നിങ്ങൾ വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഹാമാൻ ഉണ്ടാക്കിയ രേഖ ഹാമാന് തന്നെ പ്രതികൂലമാക്കി തിരിച്ചു. ഇത് എസ്തേർ പറഞ്ഞൊന്നുമില്ല, ഹാമാന്റെ കഴുത്തി കൊണ്ട് കുരുക്കിടാൻ ഒന്നും പറഞ്ഞില്ല. രാജാവിൻ്റെ അടുത്ത് ചെല്ലാൻ ഉപവാസത്തിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രത്യേക നിയോഗവും ധൈര്യവും എസ്തേറിന്റെ ഉള്ളത്തിൽ നൽകി. അതിനിവിടെ എസ്തേർ പറയുന്നൊരു കാരണമുണ്ട്. നീയും ശൂഷൻ ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ അവിടെ ഉപവസിക്കുക, ഞാൻ എൻ്റെ റൂമിൽ ഞാനും എൻ്റെ തോഴിമാരും ഉപവസിക്കാം. ദൈവം നമുക്ക് വഴി തുറക്കും. എനിക്ക് രാജാവിൻ്റെ അടുത്ത് ചെന്നാൽ അദ്ദേഹത്തിന് ചെങ്കോൽ ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് നീട്ടാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ദൈവം ഇടപെടും. ഞാൻ ഒരു ദൂതും കൂടെ തന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവാ. ഹാമാന്റെ കയ്യിൽ എസ്തേറും മൊർദെഖായും ഉൾപ്പെടെയുള്ള ശൂഷനിലുള്ള സകല യഹൂദന്മാരെയും കൊല്ലാനുള്ള റൈറ്റിംഗ് ആണ് ഇരിക്കുന്നത്. ഒറ്റ വാക്കും കൂടെ ഉള്ളൂ ഞാൻ ഇത് പറയത്തുള്ളൂ. റൈറ്റിംഗ് ആണ് ഇരിക്കുന്നത്. ഇതിൻ്റെ മേൽ
ഒരു രാജാവിനും ഇനി എഴുതി ചേർക്കാനോ വെട്ടിത്തിരുത്താനോ പറ്റത്തില്ല. ശ്രദ്ധിക്കണം, പറ്റത്തില്ല. എന്നാൽ വെറുതെ ഒരു പേന പോലും കയ്യിലെടുക്കാതെ തല വണക്കി കണ്ണടച്ച് മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഹാമാന്റെ കയ്യിൽ ആ എഴുതിയ രേഖ ഇരിക്കെ യഹൂദന്മാരുടെ തലവിധി എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞങ്ങോട്ട് പറയാം, യഹൂദന്മാരുടെ തലവിധിയെ റീറൈറ്റ് ചെയ്യാൻ എൻ്റെ ദൈവത്തിന് സാധിച്ചെങ്കിൽ, നിങ്ങളുടെ ഉപവാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ ഭാവിയുടെ മേൽ, നിങ്ങളുടെ തലമുറകളുടെ ഭാവിയുടെ മേൽ, നിന്റെ മിനിസ്ട്രിയുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, ഭവനത്തിൻ്റെ മേൽ, ജീവിത പങ്കാളിയുടെ മേൽ, ഭാവിയുടെ മേൽ, കഴിവുകളുടെ മേൽ, നിങ്ങളുടെ മേലുള്ള വിധിയുടെ മേൽ, പൈശാചിക വിധിയുടെ മേൽ, ദുരാത്മ നിയമങ്ങളുടെ മേൽ ദൈവം ചിലത് റീറൈറ്റ് ചെയ്താൽ, ആ പഴയ റൈറ്റിംഗ് ക്യാൻസൽ ചെയ്യുന്ന ഒരു റീറൈറ്റിംഗ് ആത്മാവിൽ ചെയ്താൽ, യേശുവിൻ്റെ നാമത്തിൽ സുഹൃത്തേ, ചില ഹൃദയങ്ങൾ മാറും, നിയമങ്ങൾ മാറും, പ്രതിസന്ധികൾ മാറും, ബുദ്ധിമുട്ടുകളും നടുക്കങ്ങളും മാറും. നീ ഭയപ്പെടുന്നത് നിനക്ക് സംഭവിക്കത്തില്ല. പ്രാർത്ഥനയ്ക്ക് ചിലതിനെ റീറൈറ്റ് ചെയ്യാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തെ കൊണ്ട് റീറൈറ്റ് ചെയ്യിക്കാൻ കഴിയും. പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും സ്വർഗത്തെയും സ്വർഗ പ്രവൃത്തികളെയും ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും. ഇന്ന് ഈ മീറ്റിംഗിൽ നമ്മൾ ഒരുമിച്ച് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പുതിയ എഴുത്ത് ദൈവം വിശ്വസ്തർക്ക് വേണ്ടി എഴുതട്ടെ. ഒരു റീറൈറ്റിംഗ്, പൈശാചിക വിധികളെ ക്യാൻസൽ ചെയ്യുന്ന ഒരു റീറൈറ്റിംഗ്, സാമാന്യ രേഖകളെ തകർക്കുന്ന റീറൈറ്റിംഗ്. അതൊരു ഭൂമിയിലെ മനുഷ്യനെ കൊണ്ട് സാധിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മകരങ്ങൾ കൊണ്ട് അവൻ മറ്റൊന്ന് എഴുതി, എന്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ മരണവിധി ഉണ്ടാക്കിയവന്റെ കഴുത്തിൽ വീഴട്ടെ. അത് ദൈവം എഴുതിയതാണ്. ദൈവ മക്കൾക്കും കുടുംബത്തിനും നേരെ നിൽക്കുന്ന ഏതൊരു ഹാമാന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. പ്രിയ സുഹൃത്തേ, നീ മുട്ടുമടക്കിയിട്ടുണ്ടോ? നീ ഉപവസിക്കുകയാണോ? നീ പ്രാർത്ഥിക്കുകയാണോ? ദൈവം പുതിയ ഒരു എഴുത്ത്, ഒരു റീറൈറ്റിംഗ്, പഴയ എഴുത്തിന്റെ മേൽ എഴുതും. നിന്റെ അവസ്ഥകളെ മാറ്റുന്ന ഒരു എഴുത്ത്, നിന്റെ ഡ്രൈനസിനെ മാറ്റുന്ന ഒരു എഴുത്ത്, നിനക്ക് നേരെയുള്ള പൈശാചിക വിധികളെ തകർക്കുന്ന ഒരു എഴുത്ത്, നിന്റെ അടഞ്ഞു കിടക്കുന്ന അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുന്ന പുതിയ ഒരു മേലെഴുത്ത്. ഓ ജീസസ് ക്രൈസ്റ്റ്, അതിന്ന് സംഭവിക്കും. പ്രാർത്ഥിക്കുന്ന സമയത്ത് അസാധ്യമെന്ന് പറയുന്ന കാര്യങ്ങൾ പോലും സാധ്യമായി വരുന്ന സമയം, അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുന്ന സമയം, അതിനുവേണ്ടി ദൈവം പുതിയ ഒരു എഴുത്ത് എഴുതുന്ന ഒരു സമയം. പ്രാർത്ഥിക്കാൻ കഴിയുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കാൻ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തിന്റെ ഒരു ശക്തി ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ വെളിപ്പെടട്ടെ. ആത്മാവിന്റെ പ്രവൃത്തി ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ വെളിപ്പെടട്ടെ. പല നിയമങ്ങൾക്കും മാറ്റമില്ലാതിരിക്കുമ്പോ, ആരുടെയും ഇൻഫ്ലുവൻസിന് പോകാതെ സ്വർഗീയ രാജാവിനെ ചെന്ന് കണ്ട് സംസാരിച്ച എസ്തേർ തന്റെ മാത്രമല്ല തന്റെ കൂട്ട സഹോദരങ്ങളുടെ ജീവനെ പോലും രക്ഷിച്ചപ്പോ മൊർദെഖായി ഒരു ദൂത് പറഞ്ഞു കൊടുത്തു. എന്താണെന്നറിയാവോ? എടിമോളെ, ഇങ്ങനെ യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ, ഇങ്ങനെയുള്ളൊരു കാലത്തിന് വേണ്ടിയാണല്ലോടി നിന്നെ ദൈവം മുന്നമേ അഭിഷേകം ചെയ്ത് ഈ രാജകൊട്ടാരത്തിൽ എത്തിച്ചത്. ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാ ഈ അഭിഷേകത്തിന്റെ ശുശ്രൂഷയിലേക്ക് ദൈവം കയറ്റിയതെന്ന്? ഇപ്പം മനസ്സിലായോ എന്തിനാ പുതിയ ഭാഷകൾ അതരത്തിൽ തന്നതെന്ന്? ഇപ്പം മനസ്സിലായോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മനസ്സാക്ഷി ഇങ്ങനെ ചൂടുപിടിക്കുന്നതെന്ന്? ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാ ഈ ദൈവത്തോട് ഇത്രയ്ക്കൊരു ദാഹമെന്ന്? നിന്നെ ദൈവം അഭിഷേകം ചെയ്ത് സീസൺ ചെയ്ത് ക്വാളിറ്റിയോടെ വെച്ചേക്കുന്നത് ചില വിധികളെ തകർക്കാനാ. നിന്റെ നാവിൽ അതിനുള്ള അധികാരമുണ്ട്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ അതിനുള്ള അധികാരമുണ്ട്. നിങ്ങളുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന് അതിനുള്ള അധികാരമുണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ മേൽ അത് ആക്റ്റീവ് ആകുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലിന്റെ മേൽ അത് ആക്റ്റീവ് ആകുകയാണ്. ഓ ചിലതിനെ ജയിക്കാനുള്ളൊരു സ്വർഗീയ അധികാരം, ചിലതിനെ ജയിക്കാനുള്ളൊരു സ്വർഗീയ അധികാരം,
ചിലതിനെ തകർക്കുവാനുള്ള ഒരു സ്വർഗീയ അധികാരം, മരണവിധികൾ പോലും മാറിപ്പോകട്ടെ. എല്ലാ അന്ധകാര നിയമങ്ങൾ മാറിപ്പോകട്ടെ. പൈശാചിക എഴുത്തുകൾ ഇപ്പോൾ തന്നെ ക്യാൻസൽ ആകട്ടെ, റദ്ദ് അന്ത്യോക്യയിലെ സഭ ഉപവസിച്ചു. അവർ കർത്താവിനെ ശുശ്രൂഷിച്ച് ഉപവസിച്ചു. അവർക്ക് അറിയത്തില്ല, അവർക്ക് അടുത്ത ഘട്ടം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരുടെ ഡയറക്ഷൻ എല്ലാം ബ്ലോക്കായി. അന്ത്യോക്യയിലെ സഭയിൽ ശുശ്രൂഷയുണ്ടായിരുന്നു. അന്ത്യോക്യയിലെ സഭയിൽ ശുശ്രൂഷയുണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു, ദൈവഭക്തി ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഫ്യൂച്ചർ, അവരുടെ ഭാവി വിഷൻ ക്ലിയർ അല്ല, അൺക്ലിയർ ആണ്. അവരുടെ ഭാവി എന്താണെന്ന് അറിയത്തില്ല. അവരുടെ അടുത്ത ഘട്ടം എന്താ അറിയത്തില്ല. അവരെന്ത് ചെയ്തു? അന്ത്യോക്യയിലെ സഭ ഉപവസിച്ചു. ദൈവസഭയിൽ നിശബ്ദമായി കാത്തിരുന്നു. നോക്കോ, പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിൽ മാത്രമല്ല, നീ നിശബ്ദമായി ഉപവസിക്കുമ്പോഴും സംസാരിക്കും മോളെ. നീ നിശബ്ദമായി ഉപവസിക്കുമ്പോഴും ദൈവം നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. അന്ത്യോക്യയിലെ സഭ ഉപവസിച്ച ദൈവ ശബ്ദത്തിന് വേണ്ടി കാത്തിരുന്നപ്പോഴാണ് അവരുടെ മിഷൻ മൂവ്മെന്റിന് വേണ്ടി ദൈവം പറഞ്ഞത്, നിങ്ങൾ പൗലോസിനെയും ബർന്നബാസിനെയും ഞാൻ വിളിച്ച വേലയ്ക്ക് വേർതിരിക്കൂ. വിഷൻ ക്ലിയർ ആകാതെ, മിഷൻ എന്താണെന്നറിയാതെ, ഫ്യൂച്ചർ അൺക്ലിയർ ആയിട്ടിരിക്കുമ്പോ, ഫ്യൂച്ചർ ബ്ലർ ആയിട്ടിരിക്കുമ്പോ, ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന നിന്നോട് ദൈവാത്മാവ് പറയുന്നു, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുക. നിന്റെ മിഷനും വിഷനും ദൈവം വെളിപ്പെടുത്തും. നിന്റെ ഫ്യൂച്ചറിൽ നിൽക്കുന്ന എല്ലാ ബ്ലോക്കിനെയും കർത്താവ് അൺബ്ലോക്ക് ചെയ്യും. നിന്റെ ഡയറക്ഷൻ ബ്ലോക്ക്ഡ് ആണെങ്കിൽ ദൈവം അതിനെ അൺബ്ലോക്ക് ചെയ്യും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നിന്റെ ഡയറക്ഷൻ ബ്ലോക്ക് ആയിട്ട് നിൽക്കുമ്പോൾ നീ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയാണെങ്കിൽ നിന്റെ ഉപവാസം GPS ആയിട്ട് മാറും. നിന്റെ വിഷനും നിന്റെ റൂട്ടും ദൈവം ക്ലിയർ ചെയ്ത് തരും. യേശുവിന്റെ നാമത്തിൽ ഇത് ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഏറ്റെടുക്കുക. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. ഈ സമയം ചില വഴികളും യാത്രകളും വാതിലുകളും തുറക്കപ്പെടട്ടെ. അടഞ്ഞു കിടക്കുന്ന വഴികൾ, വാതിലുകൾ, യാത്രകൾ തുറക്കപ്പെടട്ടെ. മിഷനും വിഷനും ക്ലിയർ ആകട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. എല്ലാ മാങ്ങിയ അവസ്ഥകൾ മാറട്ടെ. അടഞ്ഞു കിടക്കുന്ന ആത്മീയ ഭൗതിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വാ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഈ വീഡിയോയിൽ ഇപ്പൊ കാണുന്ന ഓരോ ദൈവമക്കളെയും കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഓൺ ആയിരിക്കുന്ന ഓരോ ദൈവമക്കളെയും യേശുവിന്റെ കരം തൊടുന്നു. Come on, യേശുവിന്റെ നാമത്തിൽ. Touch in the name of Jesus. വഴികൾ തുറക്കപ്പെടട്ടെ, വാതിലുകൾ തുറക്കപ്പെടട്ടെ, മിനിസ്ട്രി തുറക്കപ്പെടട്ടെ, അഭിഷേകം മൂവിയട്ടെ. Power, 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 power. Power, power, power in Jesus' name. Power in Jesus' name. Power in Jesus' name. Power in Jesus' name. യേശുവിന്റെ നാമത്തിൽ എന്തോ ഉപവാസത്തിൽ ഭയങ്കര ദൈവപ്രവർത്തികൾ നടക്കുന്നു. പ്രാർത്ഥനയിൽ ഭയങ്കര ദൈവപ്രവർത്തികൾ നടക്കുന്നു. ആരാധനയിൽ ഭയങ്കര ദൈവപ്രവർത്തികൾ നടക്കുന്നു. വിശ്വസിക്കുന്ന യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന ദൈവമക്കളെ സ്വീകരിക്കുക. സമയം ഇതാ, കർത്താവിന്റെ കൈ നിന്റെ മേലാണെന്ന് വിശ്വസിക്കുക. കർത്താവ് നിന്നെ തൊടുകയാണ്. യൂട്യൂബിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളെയും നിന്റെ വിഷൻ ക്ലിയർ അല്ലാതിരിക്കുമ്പോ, കോളിംഗ് ക്ലിയർ അല്ലാതിരിക്കുമ്പോ, മിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇരിക്കുമ്പോ ദൈവാത്മാവ് പറയുന്നു, അന്ത്യോക്യയിലെ സഭ പ്രാർത്ഥിച്ചു, വഴി തുറന്നു. എസ്തേറും കൂട്ടാളികളും ഒരുമിച്ചിരുന്ന് ഉപവസിച്ചു. രാജാവിന്റെ ഹൃദയം മാറി. നിന്റെ പ്രാർത്ഥന വെറുതെയല്ല, കാത്തിരിപ്പ് വെറുതെയല്ല, ഉപവാസം വെറുതെയല്ല. ദൈവം പുതിയൊരു മൂവ് അവിടെ ആരംഭിക്കുകയാണ്. കർത്താവ് പുതിയൊരു മൂവ് അവിടെ ആരംഭിക്കുക. ചില സഭയിൽ ചില ദൈവദാസന്മാരോട് കർത്താവ് പറയുന്നു, പുതിയൊരു മൂവ് ആ സഭയിൽ ആരംഭിക്കാൻ പോവുകയാണ്. പുതിയൊരു മൂവ്, ഹോളി സ്പിരിറ്റ് മൂവ് ആ സഭയിൽ ആരംഭിക്കാൻ പോവുകയാണ്. യൗവനക്കാരികൾ ആത്മനിറവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന, യൗവനക്കാർ ആത്മനിറവിൽ നിറഞ്ഞാരാധിക്കുന്ന, പ്രവചന ശബ്ദങ്ങളായി പുറത്തു വരുന്ന ചില ബാലന്മാരെ, ചില യൗവനക്കാരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില സഭകൾക്കകത്ത് എഴുന്നേൽക്കാൻ പോവുകയാണ്. ഉണർവിന്റെ ആരംഭം പൊട്ടിപ്പുറപ്പെടുകയാണ്. ഉണർവിന്റെ ശക്തി പൊട്ടിപ്പുറപ്പെടുകയാണ്. സഭയ്ക്കകത്ത് ആത്മനിറവിന്റെ ആരാധന വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ത്യൻ സഭകൾക്കകത്ത് ആ നിലയിലുള്ള ആത്മനിറവിന്റെ ആരാധന വെളിപ്പെടാൻ പോവുകയാണ്. മങ്ങിക്കിടക്കുന്ന, മങ്ങലേറ്റിരിക്കുന്ന ആത്മീയ ജീവിതങ്ങളെ പോലും ഒരു പുതുജനനത്തിന്റെ അനുഭവത്തിലേക്ക്, ഒരു പുതുജീവിതത്തിന്റെ അനുഭവത്തിലേക്ക്, ഒരു പുനർജന്മം എന്ന വണ്ണം
ദൈവത്തിന്റെ ആത്മാവ് കത്തിക്കാൻ പോകുകയാണ്. ഓ ആ നിലയിലുള്ളൊരു തീ അഭിഷേകം ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആരംഭിക്കട്ടെ. ഈ പ്ലാറ്റ്ഫോമിനകത്ത് അങ്ങനെയുള്ളൊരു തീ അഭിഷേകം വെളിപ്പെടട്ടെ. അങ്ങനെ ഒരു തീ അഭിഷേകം വെളിപ്പെടട്ടെ. അങ്ങനത്തെ ഒരു തീ അഭിഷേകം വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ രക്തത്താലും ദൈവവചനത്താലും ജയം 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 ജയം. താങ്ക് യു ജീസസ്. പിതാവേ, അവിടുന്ന് അങ്ങനെ ചെയ്ത മഹാസ്നേഹത്തിന് നന്ദി പറയുകയാണ്. ഈ മീറ്റിംഗിലായിരിക്കുന്ന ഓരോ ദൈവമക്കളെ അവിടുത്തെ കൈകളിലേക്ക് ഞാൻ തരുന്നു. അഭിഷേകത്തിൻ്റെ ഒരു തീ ഈ പ്ലാറ്റ്ഫോമിൽ കത്തി നിൽക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ കർത്താവെ കേട്ടതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ദുഷ്ടന്റെ വിധിയോടുകൂടി അവനെ തകർത്ത് കളയാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൃപ ചെയ്യണം. ഈ ജനത്തെ ഒരു ഉണർവിനായി എഴുന്നേൽപ്പിക്കണം. ഞങ്ങളെ ഒരു ഉണർവിനായി എഴുന്നേൽപ്പിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളിലൂടെ വെളിപ്പെടുത്തണം. ഇവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഓരോന്നിന്മേലും എസ്തേറിനും അന്ത്യോക്യയിലെ സഭയ്ക്കും മറുപടി കൊടുത്ത് ആദരിച്ചതുപോലെ ദൈവം മറുപടികളെ കൊടുത്ത് ആദരിക്കണമേ. ഞാനിവരെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. അതിന് യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ബ്ലെസ്സിങ് ആണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൊടുത്തിട്ട് മാക്സിമം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ സന്ദേശങ്ങൾ നിങ്ങൾ കൈമാറുക. എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 ഇതേ പ്ലാറ്റ്ഫോമിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിക്കപ്പെടുന്നു. നിങ്ങൾ മാക്സിമം നിങ്ങൾ മിസ് ചെയ്യാതെ ഈ നാളുകളിൽ നിങ്ങൾ കയറുക. തിങ്കളാഴ്ച മുതൽ അസാധാരണമാകുന്ന നിങ്ങളെ പണിയുന്ന 10 മിനിറ്റുള്ള മെസ്സേജുകൾ നിങ്ങളെ തേടിയെത്തും. മിസ് ചെയ്യരുത്. എന്ത് വില കൊടുത്തും നിങ്ങൾ ആ മെസ്സേജസ് കാണുക. നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഉപവസിച്ചിട്ട് പോലും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഒരു വിടുതലില്ല തുടങ്ങി, എങ്ങനെ ഇന്ന വിഷയത്തെ എനിക്ക് ജയിക്കാം എന്നതിൻ്റെ വരെ മറുപടികൾ അടങ്ങുന്ന ഒരു കൂട്ടം സന്ദേശങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. നിങ്ങൾ ആ സന്ദേശത്തെ സ്വീകരിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തെ പണിയും. ദൈവം പ്രവർത്തിക്കും, ശക്തീകരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും എൻ്റെ കുടുംബത്തെയും ഈ മിനിസ്ട്രിയെയും കൂടെ നിങ്ങൾ ഓർത്താൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ഞങ്ങൾക്ക് പ്രാർത്ഥനകൾ വളരെ ആവശ്യമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. നിങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ എനിക്ക് വ്യക്തിപരമായിട്ട് മെസ്സേജുകൾ ഇടാറുണ്ട്, പ്രവചന ശബ്ദങ്ങൾ അയക്കാറുണ്ട്. പാസ്റ്റർ, ഇങ്ങനൊരു കാര്യം ദൈവം എന്നോട് പറഞ്ഞു, പാസ്റ്റർ നിങ്ങളുടെ മിനിസ്ട്രിയെക്കുറിച്ച് ഇന്നൊരു കാര്യം ദൈവം കാണിച്ചു. ഇങ്ങനെയൊക്കെ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ അതിനെയൊക്കെ ഏറ്റെടുക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെയൊക്കെ പറയുന്നവരെയും ഭയങ്കര ഇഷ്ടമാണ്. ദൈവം പറയുന്നത് അറിയിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ കുറച്ചും കൂടെ കൂടുതലായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെയുള്ളവരെ ഞാൻ ബഹുമാനിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ ആത്മാവാണല്ലോ അവരിലും പ്രവർത്തിക്കുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കും. വേണ്ടതെടുക്കും, വേണ്ടാത്തത് കളയും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഈ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഭയങ്കര ദർശനത്തോടെയാണ് ഇങ്ങനൊരു മിനിസ്ട്രി നടത്തി മുമ്പോട്ട് പോകുന്നത്. ഇതൊരു ഉണർവാണ്. ഇത് ഉണർവിൻ്റെ കാലമാണ്. അപ്പോൾ കർത്താവിന് ഒരു കൂട്ടം ജനത്തെ വാർത്തെടുക്കാനും അവരെ പ്രയോജനപ്പെടുത്താനുമുണ്ട്. നിങ്ങൾ ആ കൂട്ടത്തിനകത്തുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാക്സിമം സന്ദേശങ്ങൾ അയക്കുക മറ്റുള്ളവർക്ക്. നമ്മൾ എന്തോരം വേണ്ടാത്ത സാധനങ്ങളൊക്കെ, വേണ്ടാത്ത പൊട്ടിച്ചിരിക്കണം, നമ്മൾ ചിരിക്കണം, സന്തോഷിക്കണം. അവരെ കളിയാക്കുന്ന, ഇവരെ കളിയാക്കുന്ന, അവരെ കുത്തിപ്പറയുന്ന, ഇവരെ കുത്തിപ്പറയുന്ന, ഒരാൾ റോഡിൽ മറിഞ്ഞടിച്ച് വീഴുന്നത്, ആക്സിഡൻറ്റ് സംഭവിക്കുന്നതൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കണ്ടായിരുന്നോ, ഈ വീഡിയോ കണ്ടായിരുന്നോ എന്ന് പറഞ്ഞ് നമ്മൾ ഷെയർ ചെയ്യുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ആ ബ്ലെസ്സിങ് മനസ്സിലാവും. നമ്മൾ ഈ വേണ്ടാത്ത ഒരു സാധനം ഷെയർ ചെയ്യുമ്പോഴേ നമ്മൾ ഇൻവിസിബിളി നമ്മൾ മറ്റൊരു ലോകവുമായിട്ട് ഒരു സൈൻ ചെയ്യാണ്, ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യണം. അവൻ്റെ സാധനം നമ്മൾ അങ്ങോട്ടേക്ക് അയക്കുമ്പോൾ നമ്മളൊരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യുകയാണ്.
അതുപോലെയാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ മറ്റൊരാളിലേക്ക് അയക്കുമ്പോൾ ദൈവരാജ്യവുമായിട്ടാണ് സൈൻ ചെയ്യുന്നത്. അതിൻ്റെ ബ്ലെസ്സിങ് നമുക്കുണ്ടാകും, മറ്റേതിൻ്റെ ദോഷവും. അതങ്ങനെയാണ്. ഈ സാധനം ഞാൻ എത്ര വില കൊടുത്ത് വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ വില കൊടുത്ത് വാങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിൻ്റെ പുറത്ത് ഈ കമ്പനിയുടെ പേര് അവർ അച്ചടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സാധനം ഞാനാണ് ഉണ്ടാക്കിയെങ്കിലോ സ്വന്തമായിട്ട്, ഇതിൻ്റെ പേരിൽ ആ കമ്പനിയുടെ പേര് വരത്തില്ല. ഒന്നുകിൽ ഒരു പേരും കാണൂല, അല്ലെങ്കിൽ എൻ്റെ പേര് കാണും. വ്യത്യാസം മനസ്സിലായോ? നമ്മൾ എന്തുപയോഗിക്കുന്നോ അതിൻ്റെ ഒരടയാളം അതിനകത്തുണ്ടാവും. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി തീർന്നാൽ അതിൻ്റെ അടയാളമേ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് എത്ര ദൈവമക്കൾ ഇന്ന് തീരുമാനമെടുക്കും, ഇന്ന് മുതൽ ഞാൻ ദൈവവചനം പ്രചരിപ്പിക്കുന്ന ഒരാളായി തീരുമെന്ന്. അവരുടെ വിശുദ്ധകരങ്ങൾ ഞാനൊന്ന് കാണട്ടെ. അയ്യോ, ആരുമില്ലേ? ബ്യൂട്ടിഫുൾ, പ്രൈസ് ദ ലോർഡ്. ചില ആൾക്കാരെങ്കിലും ഉണ്ട്. ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം ഒരുമിച്ച് കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ സർവ്വശക്തനായ ദൈവം മക്കളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് ഗോഡ് ബി വിത്ത് യു.